കൃഷ്ണന്റെ നിറം നീല. ആ നീലയായത് കൃഷ്ണൻ കറുപ്പാണെന്ന് പറയാനുള്ള മടി കൊണ്ടാണ് എന്നുള്ളൊരു തിയറി സത്യമാണ്. അത്തരം മാടന്മാർക്കും മറുതകൾക്കൊക്കെ മോക്ഷണം. നാരായണ ഗുരുദേവൻ പോലും മാടനും മറുതയും വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ മാടനും മറുതയും അല്ല വേണ്ടത്. ഇവിടെ ഹിന്ദുത്വം പറയുന്ന എല്ലാവരും കള്ളും കോഴിയെന്ന് ആക്ഷേപിച്ചവരാണ്. ആക്ഷേപിക്കുക മാത്രമല്ല, ഞാൻ എന്തോ കള്ളും കോഴിയുടെ ആൾ മാത്രമാണ് മാറ്റി നിർത്താൻ വേണ്ടി ആഹ്വാനം ചെയ്തവരാണ്. ഹിന്ദു സംഘടന ഒരു പരിപാടിക്ക് പോലും വിളിക്കാതെ ഇന്നൊരു കാലം. ഞാൻ കൂട്ടിടുമ്പോൾ പലരും ചോദിക്കും, ഇത് നമ്മുടെ സംസ്കാരമാണോ? എന്താണ് നമ്മുടെ സംസ്കാരം? മോള് വേണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് പോയിക്കൊണ്ട് ഇവിടെ രാജാക്കന്മാരുടെ വസ്ത്രം തന്നെ ഉണ്ടാക്കൊണ്ട് ഒരു ഇത്ര പോന്നരമുണ്ട് ഒരു കസവിൻ്റെ, അതേപോലെ ഒരു തെറിയുമുണ്ട്. ഇതാണ് നമ്മുടെ സംസ്കാരം. ഇനി അതിൻ്റെ അപ്പുറം പോയാലോ? ആറുമറയ്ക്കാത്തത് നമ്മുടെ സംസ്കാരം, കോണം എടുത്തത് നമ്മുടെ സംസ്കാരം, തുണെടുക്കാത്ത നമ്മുടെ സംസ്കാരം. എവിടെയാണ് നമുക്ക് വസ്ത്രമുള്ളത്? അടിവസ്ത്രം പോലും നമ്മൾ കണ്ടുപിടിച്ചതാണ്. പരിഹാരക്രിയകൾ അല്ലെങ്കിൽ മറ്റ് പ്രാർത്ഥനകൾ, ഇതിലെല്ലാം ഇതിൻ്റെ മൂല്യങ്ങൾ കുറയുകയൊന്നും ചെയ്യുന്നില്ല. അത് നമ്മുടെ ആർഷ സംസ്കൃതിക്ക് എതിരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കാം, എന്താണ് ആർഷ സംസ്കൃതി? ഈ അങ്ങനെ ഒരു സംസ്കൃതി ഉണ്ടെങ്കിൽ ഗാന്ധി അംബേദ്കറോട് പറയുന്നുണ്ട്, അതിലെഴുതിയില്ല വെച്ച് നമ്മളില്ലാത്തതല്ല, നിങ്ങളിൽ ഞങ്ങളില്ലായിരുന്നു എഴുതില്ല. അതുകൊണ്ട് ആ ആർഷത്തിൻ്റെ സംസ്കൃതിയുടെ ഭാഗമായിട്ട് കോട്ടില്ലെങ്കിൽ, ഇനി ഇതുകൊണ്ട് ദൈവികത നഷ്ടപ്പെടുന്നുവെങ്കിൽ അത് എന്നെ തേടി വരുന്നവരാ പറയേണ്ടത്. ഇയാൾ കോട്ടിട്ടുകൊണ്ട് കാര്യങ്ങൾ നടന്നു. ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഓഫീസ് തുറന്നു, എല്ലാം ഈ വേഷവിധാനങ്ങളെല്ലാം മാറ്റി. അപ്പോൾ ഈ മലബാര സമ്പ്രദായത്തിൽ കാടിനുള്ളിൽ കഴിഞ്ഞ് ഇതെല്ലാം ചെയ്യുന്നതും ഇതും തമ്മിൽ ഒരു മേന്മയുടെ വ്യത്യാസം വരുമോ? അത് നല്ലൊരു ചോദ്യമാണ്. എന്നുവെച്ചാൽ സ്വതവേ ആളുകൾ നമ്മളുമായി ബന്ധപ്പെട്ട് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ എഴുതുന്നതാണ്, നിങ്ങൾ മലബാര സമ്പ്രദായമായിട്ട് ഇതൊക്കെയാണ് മലബാരത്തിൻ്റെ വസ്ത്രം എന്ന് ചോദിക്കാറുണ്ട്. അതായത് അത്തരം ചിന്തിക്കുന്ന ആളുകളൊക്കെ ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. ആത്യന്തികമായി ദൈവികമായൊരു പദ്ധതിയാണ്. ആ പദ്ധതി മാത്രമാണ് നിലനിൽക്കേണ്ടത്. മനുഷ്യൻ പണ്ടത്തെ പോലെയാണ് തുണിയെടുക്കാതിരിക്കണം. അപ്പം ഞാൻ മലയുടെ മുകളിൽ ചിലപ്പോൾ തുണിയെടുക്കാതിരിക്കുന്നുണ്ടായിരിക്കാം. ഞാൻ സമൂഹത്തിൻ്റെ ഉള്ളിലാണ് ജീവിക്കുന്നത്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് മേഘയുടെ മുന്നിലാണ് ഇരിക്കുന്നത്. ആ മേഘയെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത് മേഘയ്ക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വസ്ത്രം ധരിച്ചിരിക്കുക എന്നാണ് സാമാന്യ കോമൺ സെൻസ്. അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഇവിടെ എങ്ങനെ വേണമെങ്കിലും വന്നിരിക്കാം. പക്ഷേ മേഘയ്ക്ക് അവിടെ ഇരിക്കുമ്പോൾ അപ്പം തന്നെ ഉണ്ടായും അട്ടപ്പാടി മലയിലെ മുകളിൽ ഒരു മുസ്ലിം സ്ത്രീ ഭർത്താവുമായിട്ട് വരികയുണ്ടായി. അന്ന് ശിവരാത്രി ദിവസത്തോന്നു ഞാൻ അന്ന് സത്യത്തിൽ നേരിയ വസ്ത്രം ഞാൻ എടുക്കുകയുള്ളൂ. മേത്തോളം ഭസ്മം വാരിപ്പൂശിരിക്കുന്ന സമയം. ഞാൻ മളുടെ മുകളിലും ഇവർ കുറച്ച് താഴെയാണ്. ആശ്രമത്തിൻ്റെ ഷെഡുള്ളത് താഴെയാണ്, ഞാൻ മുകളിലാണ്. അവിടെ ഷെഡൊന്നുമില്ല, ചെറിയൊരു 4 കാല് കെട്ടിട്ട് ചെറിയ പുല്ലിട്ടിട്ട് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്ന സ്ഥലം, കോട വീഴുന്ന സ്ഥലം. അപ്പോൾ സമയമായപ്പോൾ ഇവർ പറഞ്ഞു താഴെ അങ്ങനെ വ്യക്തിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നത്തെ ദിവസം ഞാൻ താഴത്തേക്ക് വരില്ല, എനിക്കവരെ കാണാൻ ബുദ്ധിമുട്ടില്ല. പക്ഷെ മറിച്ച് ആ സ്ത്രീ സത്യത്തിൽ പർദ്ദ ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത്. ഇവർ പറഞ്ഞിട്ടതാണ്. പർദ്ദയിട്ട് വന്ന ആ സ്ത്രീയെ സംബന്ധിച്ച് തൻ്റെ ശരീരം പോലും തൻ്റെ ഭർത്താവല്ലാതെ മറ്റുള്ളവർ കാണരുത് എന്നാകുമ്പോൾ ഞാൻ അവിടെ വരുമ്പോൾ ആ സ്ത്രീക്കുണ്ടാകുന്ന മാനസികാവസ്ഥ അതിനെ മനസ്സിലാക്കാൻ എനിക്ക് പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അവർക്ക് വേണ്ടി എൻ്റെ വിശ്വാസം കളയാൻ ഞാൻ തയ്യാറല്ല, മറിച്ച് ഇന്നത്തെ ദിവസം ഞാൻ താഴത്തേക്കില്ല പറഞ്ഞു. അവർക്ക് വേണ്ടതൊക്കെ ഞാൻ മുകളിലിരുന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്ന് അത് ചെയ്തു. എന്നിരുന്നാൽ പോലും ഞാൻ പറഞ്ഞു വെച്ചാൽ അതുപോലും അത് ആ ഒരു ആചരണത്തിൻ്റെ അവശ്യ ഘടകമായിട്ട് നിലനിൽക്കുന്നത് കൊണ്ടാണ്. അത് അങ്ങനെ അതിലൊന്നും മാറ്റമില്ല. പായസം വയ്ക്കുമ്പോൾ അതിൽ ഉപ്പല്ല ഇടുക, മധുരം തന്നെയാണ് ഇടുക, അല്ലേ? ഒരു മാറ്റം വെച്ചിട്ട് ഉപ്പിട്ടൊരു വയസ്സുണ്ടായി കഴിഞ്ഞാൽ സുഖമാവില്ല. അത് പറഞ്ഞാൽ അത് അതിൻ്റെ രീതിക്ക് നടന്നുള്ളൂ, അതായിരിക്കും ബുദ്ധി. പക്ഷെ മറിച്ച് അവിടെയാണ് സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ വേഷവിധാനങ്ങളൊക്കെ ഉണ്ടായിരിക്കും. മലബാരത്തിന് തന്നെ വേഷത്തിനല്ല പ്രാധാന്യം പറഞ്ഞത്. വേഷത്തിൽ ചിലതൊക്കെ ഉണ്ടിട്ടില്ല, നമ്മളല്ല സാധാരണഗതിയിൽ മലബാര സമയത്ത് വേഷത്തിനല്ല പ്രാധാന്യം. ആളുകൾ മുണ്ടെടുത്തിട്ട് പോയിച്ചിരുന്നു, ഇത്ര പോകുന്ന തോർത്ത് മുണ്ടെടുത്ത് പോയിച്ചിരുന്നു, ഇയറിനെടുത്ത് പോയിച്ചിരുന്നു. ഇന്ന് ആളുകൾ നെരിയാണിക്ക് അപ്പുറമുള്ള മുണ്ടെടുത്ത് പൂജിക്കുന്നുണ്ട്. അപ്പോൾ മാറ്റം വന്നില്ലേ? ഷർട്ടിട്ട് തുടങ്ങിയില്ലേ? വിളക്കും തിരിയും വന്നില്ലേ? പൊടികളൊക്കെ ഓൾറെഡി മെഷീൻ അടിച്ചിട്ടല്ലേ വരുന്നത്. പണ്ട് ഇടിച്ചു കുത്തിയിട്ടാണ് ഉണ്ടാക്കിയിരുന്നേ. ഇന്ന് കുങ്കുമപ്പൊടികൾ ഉപയോഗിക്കുന്നുണ്ട്. നിവേദ്യത്തിൻ്റെ സാധനങ്ങൾക്കൊക്കെ മാറ്റം വന്നു. കോഴി എന്ന് പറഞ്ഞത് നാടൻ കോഴി എന്ന് പറയാനേ പറ്റില്ല. കൊത്തിപ്പറിക്കുന്ന കോഴിയല്ല, ബ്രോയിലർ ഉപയോഗിക്കില്ല എന്നേ ഉള്ളൂ. മറ്റ് പല ടൈപ്പിലുള്ള കോഴികളൊക്കെ വരുന്നത്. ഇതൊന്നും അതല്ല. പിന്നെ ഇപ്പോൾ ഈ വേഷത്തിൽ മാത്രമാണ്. പിന്നെ സ്വതവേ പറയും നമ്മുടെ സംസ്കാരത്തിനിണങ്ങുന്ന വസ്ത്രമാണ്. അപ്പോൾ ഞാൻ കോട്ടിടുമ്പോൾ പലരും ചോദിക്കും, ഇത് നമ്മുടെ സംസ്കാരമാണോ? എന്താണ് നമ്മുടെ സംസ്കാരം? മോള് വേണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് പോയിക്കൊണ്ട് ഇവിടെ രാജാക്കന്മാരുടെ വസ്ത്രം തന്നെ ഉണ്ടാക്കൊണ്ട് ഒരു ഇത്ര പോന്നരമുണ്ട് ഒരു കസവിൻ്റെ, അതേപോലെ ഒരു തെറിയുമുണ്ട്. ഇതാണ് നമ്മുടെ സംസ്കാരം. ഇനി അതിൻ്റെ അപ്പുറം പോയാലോ? ആറുമറയ്ക്കാത്തത് നമ്മുടെ സംസ്കാരം, കോണം എടുത്തത് നമ്മുടെ സംസ്കാരം, തുണെടുക്കാത്ത നമ്മുടെ സംസ്കാരം. എവിടെയാണ് നമുക്ക് വസ്ത്രമുള്ളത്? അടിവസ്ത്രം പോലും നമ്മൾ കണ്ടുപിടിച്ചതാണോ? നമ്മൾ ഉപയോഗിക്കുന്ന ഇന്നേഴ്സ് പോലും നമ്മൾ കണ്ടുപിടിച്ചതല്ല. നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ നമ്മൾ കണ്ടുപിടിച്ചതാണോ? നമ്മളുടെ ജീവിതത്തിൻ്റെ എന്ത് ചെപ്പൽ പോലും നമ്മൾ കണ്ടുപിടിച്ചതല്ല. എന്നിട്ട് നമ്മുടെ സംസ്കാരം എന്ന് പറയുമ്പോൾ ഒരു കോട്ടാണോ പ്രശ്നം? അവിടെ ഞാൻ മഹാനായ അംബേദ്കറെയാണ് ഫോളോ ചെയ്യുന്നത്. മഹാനായ അംബേദ്കർ കാലത്ത് ഗാന്ധി വസ്ത്രം അഴിച്ചപ്പോൾ അംബേദ്കർക്കും വസ്ത്രം അഴിക്കാമല്ലോ. അംബേദ്കർ വസ്ത്രം അഴിക്കാതിരുന്നതിന് കാരണമുണ്ട്. ഒരു ജനതയോട് പറയുകയാണ്, നമ്മൾ അങ്ങനെയല്ല പോകേണ്ടത്. എനിക്ക് ഞാൻ ഈ ആത്മീയ ലോകത്തേക്ക് ഞാൻ കടന്നു വരുന്നത് ഒരു മുട്ടോളം മുണ്ടെടുത്ത് മേലൊരു കഷ്ണം മുണ്ടെടുത്തിട്ട് ഒരു ദണ്ടും പിടിച്ചിട്ട് ഞാൻ വന്നത്, ഒരുപാട് മാലിയിട്ടിട്ട്. അന്ന് ചോദിച്ചു എന്ത് കാടൻ എന്ന് ചോദിച്ചു. ഞാൻ അവരെ കുറ്റം പറയില്ല, കാരണം അന്ന് ഈ അബാക്കിൽ മാത്രമാണ് ആ ഇൻ്റർവ്യൂ എനിക്ക് തോന്നുന്നു റോഹിജിക്കാണ് കൊടുത്തിട്ടുള്ളത്. റോഹിജി എന്നോട് ഇൻ്റർവ്യൂവിൽ ഞാൻ ഇരിക്കുമ്പോൾ ഇതെന്താ വസ്ത്രം പറഞ്ഞു, റോഹിജി ഞാൻ കോട്ടിട്ട് വരുന്നൊരു കാലം ഉണ്ടായിരിക്കും.
അത് പറഞ്ഞിട്ട് ശേഷം 1-2 കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ളൂ. കാരണം ഞാൻ എന്നോ തുടങ്ങിയതാണ്. ഞാനൊരു ഡ്രാഫ്റ്റ്സ്മാനാണ്. ഞാൻ ആധ്യാത്മിക മണ്ഡലത്തിൽ കടന്നു വരുമ്പോൾ എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സാമൂഹികമായിട്ടുള്ള ഒരു പരിഷ്കരണം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവേണ്ടതുണ്ടായി ഞാൻ ചെയ്യണം എന്ന് എഴുതിയിട്ടാണ്. അപ്പോൾ കൃത്യമായിട്ട് ഞാൻ ആദ്യം വെച്ചിരിക്കുന്ന ഒരു പ്ലാനാണ് വരച്ചിരിക്കുന്നത്. ഒരു ഡ്രാഫ്റ്റ്സ്മാനർ ആദ്യം കെട്ടിടം പണി തുടങ്ങിയിട്ടല്ല പ്ലാൻ വരയ്ക്കുക. എൻ്റെ പ്ലാൻ കൃത്യമാണ്. ആ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ആധ്യാത്മിക ചൂഷണമല്ല. ആധ്യാത്മികതയിലൂടെ ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തെ സ്ഥാപിക്കുക എന്നുള്ളതാണ്. അവിടെ ഒരു ആചാരത്തെ കൊണ്ടുവരുമ്പോൾ ഞാൻ ആദ്യം കോട്ടിട്ട് കഴിഞ്ഞാൽ ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഞാൻ കൃത്യമായി വസ്ത്രം തികച്ചും എല്ലാവരും കോട്ട് ചൂട്ടുന്ന സമയത്താണ് ഞാൻ അത്രയും പ്രാകൃതമായ വസ്ത്രം ധരിച്ചു വന്നത്, ദണ്ടും പിടിച്ചു വന്നത്. അങ്ങനെ മെല്ലെ മൂവ് ചെയ്ത് വന്ന് ഞാൻ ജനങ്ങളുടെ മനസ്സിലേക്ക് പകുതിയെങ്കിലും കയറി, കുറച്ചാൾക്കാർ എല്ലാവർക്കും ഇല്ലെങ്കിലും വന്നിട്ടുണ്ട്. ആത്മീയ മണ്ഡലത്തിൽ ഞാൻ തെളിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇന്ന് ഞാൻ കൂട്ടിടുമ്പോൾ ഞാൻ പറഞ്ഞ അത്ര പ്രിവിലേജുകളൊന്നും എനിക്ക് വേണ്ട, മറിച്ച് ഞാൻ പറയുകയാണ് നമ്മൾ ഈ കാലത്തിന് വെച്ച് മുന്നോട്ട് പോകണം. പക്ഷേ ധാർമ്മികമായി, മതപരമായി, വിശ്വാസപരമായിട്ട് നമുക്ക് മാറ്റം വരരുത്. ഇപ്പം ഞാൻ മാടൻ മോഷൻ നാടകം കാണാൻ പോയത് ഞാൻ പറയണ്ടേ. എന്തുകൊണ്ട് മാടൻ മോഷൻ നാടകം എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ മണമുള്ള ദൈവങ്ങളെയൊക്കെ ബ്രാഹ്മണവൽക്കരിച്ച് അതിനെ ശീലകങ്ങൾക്കുള്ളിലേക്ക് ആക്കുന്നത് ഒരു സബ്ജക്റ്റാണെങ്കിൽ, അതുപോലെ തന്നെയാണ് മണ്ണിൻ്റെ മക്കളെ മറ്റൊരു രീതിയിൽ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് ഒരു ടീം വേറെ കൊണ്ടുപോകുന്നു. അവിടെ ഉണ്ടാകുന്നത് മതത്തിൻ്റെ പ്രശ്നമല്ല ഉണ്ടാകുന്നത് മണ്ണിൻ്റെ മണം എന്നൊരു വാക്യം ഉപയോഗിക്കുന്നുണ്ട്. ഈ മണ്ണിൻ്റെ തനിമ നഷ്ടപ്പെടുന്നുണ്ട്. ഈ മണ്ണിൽ എല്ലാവരും ഒരുപോലെ കഴിഞ്ഞൊരു പങ്ക് ഈ ജനതയ്ക്കുണ്ട്, ഈ അടിസ്ഥാന വിഭാഗങ്ങൾക്ക്. അവരും അവരുടെ സംസ്കൃതി ഇല്ലാണ്ടായാൽ ഉണ്ടാകുന്നത് എന്താ വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഈ മതത്തിൻ്റെ പോരാട്ടം നടക്കുന്നത്. അതില്ലാതിരിക്കണമെങ്കിൽ ഈ പ്രകൃതി വർഷിപ്പും വേണം. അപ്പം അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അവരുടെ ആ കൾട്ടിനെ കൊടുക്കാൻ പറ്റും. അതെങ്ങനെ പ്രാകൃതമായിട്ടല്ല, കള്ളും കോഴിയും വെച്ച് പോകുന്നതിനൊപ്പം തന്നെ ഇപ്പോൾ ക്രൈസ്തവ മതത്തിലായാലും ശരി വീഞ്ഞുണ്ട്, മാംസമുണ്ട്, ഒക്കെ അവരും കഴിക്കുന്നു വെക്കുന്നില്ല. മുസ്ലിംസ് അറക്കുന്നില്ലേ. അപ്പോൾ ജൈനന്മാരിൽ തന്നെ പല സമ്പ്രദായങ്ങളുണ്ട്, ബൗദ്ധമതത്തിൽ പല സമ്പ്രദായങ്ങളുണ്ട്. എല്ലാവരും വെജിറ്റേറിയൻ ഒന്നുമല്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ വിഭാഗത്തിലും ഉണ്ടാവും. അതിൻ്റെ മാറ്റം വരണം. ആ മാറ്റത്തിൽ ഞാൻ പറഞ്ഞു, അംബേദ്കർ ഈ കള്ളും കോഴിയും ഭാഗം പറഞ്ഞല്ല ഞാൻ പറഞ്ഞത്. ഗാന്ധി അത് ഉപേക്ഷിക്കുന്നത് വെച്ചാൽ ഗാന്ധി അത് ഉപേക്ഷിക്കപ്പെടുമ്പോൾ അത് ത്യാഗം പറയാൻ പറ്റും. അംബേദ്കർ ദാരിദ്ര്യത്തിലാണ്. അവിടെ ഒരു ജനതയോട് നിങ്ങൾ തുണിങ്ങോൻ ഊരിക്കളയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ആൾക്കാർ അയക്കാതെ ദാരിദ്ര്യത്തിലേക്ക് പോകും. അപ്പോൾ എൻ്റെ വസ്തുതയോടെ ഞാൻ പറയുന്നത് അത് തന്നെയാണ്. ഇപ്പോൾ മലബാര സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അടിസ്ഥാന വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട അവരുടെ ദൈവങ്ങളുമായി ബന്ധപ്പെട്ട സംസ്കൃതിയാണ്. അവരോട് ഞാൻ വെച്ചാൽ കുറേ കുറി മാരിപ്പൊത്തിയിട്ട് നിങ്ങൾ ഇവിടെ ഒരു കുടമണിയും വെച്ചിട്ട് പിന്നെ നിങ്ങളൊരു മേത്തൊരു കസവിൻ്റെ മുണ്ടോട്ട് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആ സംസ്കൃതിയുടെ നമ്പൂതിരിപ്പാട് അത് ചെയ്യുമ്പോൾ അത് അദ്ദേഹത്തിന് ശ്രേഷ്ഠമാണ്, അത് മോശമല്ല. പക്ഷെ മറിച്ച് അവർക്ക് അപ്പോഴും ഒരു സാഹചര്യം വരെ നിൽക്കുന്നുണ്ട്. ഇവനങ്ങനെയല്ല. ഇവൻ ഒരുപാട് മാലിയും കുറിയും ഞാൻ പണ്ട് വന്ന പോലെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇവർ പുറകോട്ടാ പോകുന്നത്. ഞാനതല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ ചെയ്യുന്ന പരിഹാരക്രിയകൾ അല്ലെങ്കിൽ മറ്റ് പ്രാർത്ഥനകൾ ഇതിന്റെ മൂല്യങ്ങൾ കുറയുകയൊന്നും ചെയ്യുന്നില്ല. ഇല്ല, അതപ്പോൾ വസ്ത്രത്തിലല്ല. ഇതിൻ്റെ ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് അപ്ഡേറ്റ് ചെയ്ത് മുന്നോട്ട് പോകല്ലേ. ദൈവം എന്ന് പറയുന്ന പ്രപഞ്ച സത്യം വിശ്വാസികളെ സംബന്ധിച്ച ഒരു അനുഭവമാണ്. അമ്പലങ്ങൾ തന്നെ പഴയ പോലെയല്ല കൺസ്ട്രക്ഷൻ നടക്കുന്നേ. പണ്ടൊരു കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ എല്ലാവരും ഗുഹാക്ഷേത്രങ്ങളൊക്കെ നോക്കി നോക്കും. അത് ഇന്നത്തെ മെഷീൻ ഉപയോഗിച്ച് ചെയ്തതല്ല. എന്നിട്ട് എത്ര ടോപ്പ്. അപ്പോൾ അത് കഴിഞ്ഞ് മെഷീനറീസ് ഉപയോഗിക്കുമ്പോൾ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. മാറ്റം വന്നു. അതിൽ മരത്തിൽ ചെയ്തിരുന്ന കോൺക്രീറ്റിലായിട്ടുണ്ട്. എല്ലാത്തിനും മാറ്റം വന്നു. പ്രതിഷ്ഠകളൊക്കെ വിഗ്രഹങ്ങളൊക്കെ പെട്ടെന്നാണ് ചെയ്യുന്നത്, കൈകൊണ്ട് കൊത്തിയിട്ടല്ല. കൈ കൊത്തുമ്പോൾ ഒരു ശില്പിയുടെ കൈയും മനസ്സും ഒരുപോലെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഇന്ന് മെഷീനറീസാണ്. പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പോലും ഇന്ന് വിഗ്രഹം കൊത്താൻ നമുക്ക് പറ്റുന്നുണ്ട്. ഡിസൈൻ ചെയ്തിട്ടാണ് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായി ലേസറിൻ്റെ കാര്യങ്ങൾ കൊണ്ട് ചെയ്തു വരുന്നുണ്ട്, ശില്പി പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതുപോലും പ്രതിഷ്ഠിക്കുമ്പോൾ നിവേദ്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഗ്യാസ് ഉപയോഗിച്ചിട്ടാണ് പല ക്ഷേത്രങ്ങളിലും സ്ഥലങ്ങളിലും ഒക്കെ ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ഉണ്ടാക്കുന്നത് പൗലന്മാരൊക്കെ എവിടേക്ക് ഇടിച്ചു വരികയാണ്, അവിടെയല്ല. ഈ സമയത്ത് പൂജ ചെയ്യുന്ന പൂജാരി സാമൂഹിക ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് സമൂഹങ്ങൾ ഇടപെടുമ്പോൾ പൂജാരി അല്ല, മീൻസ് ഞാനൊരു ഗുരു സങ്കല്പത്തിലിരിക്കുന്ന ആളാണ്. പൂജാരി പറഞ്ഞാൽ വെറും അത് പൂജ പണി തന്നെയാണ്, അങ്ങനെയല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ പൂജാരി ആണെങ്കിൽ പോലും ഈ കാലത്തിൻ്റെ മാറ്റത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് വസ്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ ആർഷ സംസ്കൃതിക്ക് എതിരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കണം, എന്താണ് ആർഷ സംസ്കൃതി? ഇനി അങ്ങനെ ഒരു സംസ്കൃതി ഉണ്ടെങ്കിൽ ഗാന്ധി അംബേദ്കറോട് പറയുന്നുണ്ട്. അംബേദ്കറോട് ഗാന്ധി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇത് നമ്മളുടെ മാതൃരാജ്യമല്ലേ അംബേദ്കർ? അപ്പോൾ ഗാന്ധിയോട് അംബേദ്കർ പറഞ്ഞത്, അയ്യോ ഗാന്ധി ക്ഷമിക്കണം, അങ്ങനെ ഒരു മാതൃരാജ്യം ഞങ്ങൾക്കില്ലല്ലോ. ഒരു മാതാവ് ഒരു മക്കളോട് ഇത്ര ക്രൂരത കാണിക്കില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അത് പറഞ്ഞ പോലെ ഈ വിഷയത്തിലും അങ്ങനെ ഈ ആർഷ സംസ്കൃതിയുടെ ഭാഗമാണോ ഈ വേഷം വെച്ചാൽ അങ്ങനെ ആർഷ സംസ്കൃതിയെക്കുറിച്ച് എനിക്കറിയില്ല. അങ്ങനത്തെ ആർഷ സംസ്കൃതി ഉണ്ടെങ്കിൽ അവിടെ ഞങ്ങൾക്ക് എന്ത് വസ്ത്രം പറഞ്ഞു, ഞങ്ങൾക്ക് എന്ത് രീതി പറഞ്ഞു, ഞങ്ങളതിലുണ്ടോ? ഞങ്ങളതിലില്ല. അപ്പോൾ അറിയില്ല, അതിൽ ജാതി മതമൊന്നും എഴുതിയിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങളെ കിതാബിൽ എഴുതാത്തവരൊന്നും ഈ ഭൂമിയിൽ വേണ്ടേ? പറയുന്നൊരു ചോദ്യമാണ് മോളെ. ഇത് ഈ ഗ്രന്ഥങ്ങളിലില്ലല്ലോ ഈ സമുദായങ്ങൾ. സ്ഥിരം പറയുന്നതാ ഈ സമുദായത്തെക്കുറിച്ചല്ല, വർണ്ണങ്ങളെക്കുറിച്ച് മാത്രമേ ഉള്ളൂ. നിങ്ങൾ വർണ്ണങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങളിൽ ആ വർണ്ണങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അത് എഴുതി. ഞങ്ങൾ വർണ്ണബാഹ്യരാണ്. ഞങ്ങൾ മീൻസ് ഞാൻ പ്രതിദാനം ചെയ്യുന്ന ജനങ്ങൾ ഭൂരിപക്ഷം ഞാൻ വർണ്ണബാഹ്യരാണ് കേട്ടോ. അപ്പോൾ മോള് പോലും വർണ്ണബാഹ്യരാണ്, അതിലില്ല. നിങ്ങൾ മതോ ജാതോ എന്തോ പോയിക്കോട്ടെ. ഞാൻ മനസ്സിലാക്കിയത് എന്താ പറയുക, മേഘയൊന്നും ഒരു ദൈവീകതയും അങ്ങനെ മുറുകെ പിടിക്കുന്ന ഒരു കൺസെപ്റ്റായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ നിങ്ങളൊക്കെ വർണ്ണബാഹ്യരാ, മ്ലേച്ഛന്മാരിലാണ് പെടുക നമ്മളൊക്കെ. അപ്പോൾ നമ്മളൊക്കെ പുറത്ത് വെക്കൊണ്ട് അതിൽ എഴുതിയില്ല വെച്ചാൽ നമ്മൾ ഇല്ലാതെയാവുമോ? മോഹൻലാൽ ചോദിച്ച പോലെ ദുബായ് നിങ്ങൾ കണ്ടിട്ടില്ല അപ്പോൾ ഇല്ല വെച്ച പോലെ അതിൽ എഴുതിയില്ല വെച്ചാൽ നമ്മളില്ലാത്തതല്ല.
നിങ്ങളിൽ ഞങ്ങളില്ലായിരുന്നു എഴുതിയില്ല. അതുകൊണ്ട് ആ ആർഷത്തിൻ്റെ സംസ്കൃത ഭാഗമായിട്ട് കോട്ടില്ലെങ്കിൽ ഞാൻ കോട്ട് ഉപയോഗിക്കും, പാൻറ് ഉപയോഗിക്കും. ഇനി ഇതുകൊണ്ട് ദൈവികത നഷ്ടപ്പെടുന്നുവെങ്കിൽ അത് എന്നെ തേടി വരുന്നവരാ പറയേണ്ടത്, ഇയാൾ കോട്ടിട്ടുകൊണ്ട് കാര്യങ്ങൾ നടന്നില്ല എന്നുള്ളത്. ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ കൃഷ്ണന്റെ നിറം നീല, ആ നീലയായത് കൃഷ്ണൻ കറുപ്പാണെന്ന് പറയാനുള്ള മടി കൊണ്ടാണ് എന്നുള്ളൊരു തിയറി ഉണ്ട്, സത്യമാണോ? അതൊന്നും വെച്ചാൽ നീല എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യമുണ്ട്. അതിൽ രണ്ട് രീതിയിൽ എടുക്കാം. ഒന്ന്, കറുത്ത ദൈവങ്ങളെയൊക്കെ കറുപ്പാക്കി കഴിഞ്ഞാൽ അതിവിടെ ഉള്ളതാവും. അങ്ങനെ വരുമ്പോൾ കറുത്ത ആളുകൾ, കറുത്ത മണ്ണ് ശൂദ്രഭൂമി എന്നാ പറയുക, അല്ലെങ്കിൽ അധമഭൂമി എന്നാ പറയുക. ഈ ഭൂമി കറുത്തിട്ടാവുന്നതാണ് വർണ്ണവ്യവസ്ഥയിലെ ഭൂമി വ്യവസ്ഥയ്ക്ക് ഇവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്, ഞാനല്ല ഇവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഭൂമിനെ അവർ വേറെ കളറാക്കി മാറ്റും. ഇനി അതുകൊണ്ട് തന്നെ ആ ഭൂമിയിൽ നിന്ന് ഉണ്ടായി വരുന്ന വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആളുകളാവട്ടെ കറുത്ത മനുഷ്യർ. പക്ഷേ ദ്രവീഡിയൻസ് ഒക്കെ പറഞ്ഞാൽ കറുത്ത ആളുകളായിട്ടാണ് പറയുക. അപ്പോൾ കറുത്ത ആളുകളാവുന്ന സമയത്ത് ആ കറുത്തവൻ്റെ ദൈവങ്ങൾ, ഇപ്പോൾ മായോൻ കറുപ്പാണ്, കറുപ്പൻ, ഇതൊക്കെ ഉള്ള ദൈവങ്ങൾ തന്നെയാണ്. ഈ ദൈവങ്ങളെ നേരിട്ടെടുക്കുമ്പോൾ ഇത് ഇവൻ്റെ ദൈവമായിട്ട് മാറും. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? അപ്പം അത് വേണ്ട. അപ്പം അതിനൊരു പ്രത്യേക വേറൊരു മാറ്റം, വേറൊരു പവർ കൊടുക്കാം, നീല നിറമാക്കാം. അങ്ങനെ കറുത്ത ദൈവങ്ങളെയെല്ലാം നീലയാക്കി മാറ്റി. ഒന്ന്, അത് സാമൂഹികമായിട്ടുള്ളൊരു കടന്നുകയറ്റമാണ്, ഒരു വലിയ ഗൂഢപദ്ധതിയാണത്. അല്ലാതൊരു കാര്യം നന്മ പറയാം. ഈ കുറ്റം മാത്രം പറയുന്നത് ശരിയല്ല. കുറ്റമല്ല, ഇങ്ങനെ പറയുമ്പോൾ ഒരു കുറ്റം പറയുന്നു. അല്ലാണ്ട് എങ്ങനെ വെച്ചാൽ നീല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധാരണ വൈഷ്ണവ മൂർത്തികൾക്കാണ് സാധാരണഗതിയിൽ നീല നിറം ഉണ്ടാവാറുള്ളത്, വൈഷ്ണവമായ ഭാവം. വിഷ്ണു എന്ന് പറഞ്ഞാൽ സർവം വ്യാപരതി ഇതി വിഷ്ണു എന്നാണ്. സർവം വ്യാപിച്ചിരിക്കുന്നത് എന്തോ അത് വിഷ്ണു എന്നാണ്. സർവം വ്യാപിച്ചിരിക്കുന്നത് എന്താണെന്ന് നോക്കിക്കാണുമ്പോൾ ആകാശമാണ് എല്ലാം വ്യാപിച്ച് നിറഞ്ഞു നിൽക്കുന്നത്. ആകാശത്തിൻ്റെ നിറം രാത്രിയിൽ നോക്കണ്ട, പകൽ നോക്കിക്കഴിഞ്ഞാൽ നീല നിറമാണ്, നീല നിറം. അപ്പോൾ വ്യാപനം എന്നതിൻ്റെ നിറം എന്ന് പറയുന്നത് നീലയാണ്. അപ്പോൾ വൈഷ്ണവം എന്ന് പറഞ്ഞാൽ വ്യാപിച്ചതാണ്. അതുകൊണ്ട് വൈഷ്ണവമായിരിക്കുന്ന സങ്കല്പത്തിലെ ദേവതകൾക്കെല്ലാം വ്യാപിച്ചിരിക്കുന്നതാണ് ഈശ്വരനുമാണ്. ദൈവമെല്ലാം ഈശാവാസ്യം ഇതം സർവം, ദൈവം എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു, സർവ്വവ്യാപിയാണ്, സർവശക്തനും ഒക്കെ ഉണ്ട് പറയുന്ന ആ ഏത് മതങ്ങളും പറയുന്ന ആ ദൈവം വ്യാപിച്ചിരിക്കുന്നതുകൊണ്ട് ആ നിറത്തെ നീലയായിട്ടെടുത്തു. നീല അതെന്താണ്? ശുദ്ധ ജ്ഞാനത്തിൻ്റെ, ശുദ്ധബോധത്തിൻ്റെ വർണ്ണവും നീലയാണ്. അതുകൊണ്ടുകൂടി നീല എടുത്തത് വെച്ചതാണ്. പക്ഷേ അത് മാത്രമാണോ? അല്ല. സാമൂഹികമായിട്ട് ഈ വിഷയമുണ്ട്. കറുത്ത ദൈവങ്ങളില്ല, കറുത്ത ദൈവങ്ങളെ ഈ രീതിയിലേക്ക് മാറ്റി അകത്തടച്ച് അതിന് വേറെ രീതി ഉണ്ടാക്കി ആ ദൈവത്തെ അത്രയും കാലം കൊണ്ടുവരുന്ന ആളുകളെ പുറത്താക്കിയ ഒരു പദ്ധതി ഇവിടെയുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാടമോഷണ നാടകത്തിൻ്റെ കാര്യം ഞാൻ പറയാൻ കാരണം. ആ സബ്ജക്റ്റ് അവിടെ ഉണ്ടോ? കിലോമീറ്ററുകൾ കടന്ന് ഞാൻ ഇത് കാണാൻ പോകുന്ന വേറൊന്നുണ്ടല്ല. ഞാൻ ഇത്രയും വർഷമായിട്ട് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആത്മീയ പ്രവർത്തനം, അതിനാക്കൊപ്പം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന നാടകം പോലെ ഞാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആത്മീയ പദ്ധതി ഇപ്പോൾ റോജിക്ക് നന്നായിട്ട് അറിയുണ്ടാവും. എന്താ വെച്ചാൽ ഈ ഞാൻ ഇത് പറയാൻ തുടങ്ങുമ്പോൾ, ഞാൻ കുലാചാരത്തെക്കുറിച്ച് മലബാരത്തെക്കുറിച്ച് ഞാൻ ആ ഒരു ആദ്യത്തിൽ എൻട്രി ചെയ്യുന്ന സമയത്ത് വെറും കള്ളും കോഴിയാണ്ട് എന്നെ ആക്ഷേപിച്ച സന്യാസിമാർ പോലും ഇവിടെയുണ്ട്. ഇന്ന് അവരൊക്കെ മാറ്റി പറയാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്നിപ്പോൾ സന്യാസിമാർ, ഹൈന്ദവ സംഘടന നേതാക്കളൊക്കെ പറഞ്ഞത് ഇപ്പോഴത്തെ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് ഗുരുവായൂരിൽ മത്സരിച്ച നേതാവ് പോലും പറയണേ കുലദൈവങ്ങൾ വേണം, എല്ലാ അമ്പലത്തിലും ദൈവങ്ങൾ വേണം, അതിനെ സംരക്ഷിക്കണം. പാലക്കാട് ജില്ലയിലെ ഒരു നേതാവ് പറയുകയാണ് ഇതൊക്കെ ഇങ്ങനെ കെട്ടിമറച്ച് സംരക്ഷിച്ചു പോകണം. ഇവരൊക്കെ ഇതിന് എതിർത്ത ആളുകളാണ്. ഇവിടെ ഹിന്ദുത്വം പറയുന്ന എല്ലാവരും കള്ളും കോഴിയാണ് ആക്ഷേപിച്ചവരാണ്. ആക്ഷേപിക്കുക മാത്രമല്ല, ഞാനെന്തോ കള്ളും കോഴിയുടെ ആൾ മാത്രമാണ് മാറ്റി നിർത്താൻ വേണ്ടി ആഹ്വാനം ചെയ്തവരാണ്. ഹിന്ദു സംഘടന ഒരു പരിപാടിക്ക് പോലും വിളിക്കാതിരുന്നൊരു കാലമുണ്ട്. എന്താ കാര്യം? ഈ കള്ളും കോഴിയും മ്ലേച്ഛാണ്, നമ്മുടെ ഹിന്ദുക്കളെ സംസ്കാരത്തെ ഇല്ലാണ്ടാക്കുകയാണ്. ഈ എന്താ പറയുക, പാലക്കാട് ഈ പുത്തൻചിറ എന്താ പറഞ്ഞൊരു ഒരു സ്ഥലമുണ്ട്, ഒരു കറുപ്പസ്വാമി ക്ഷേത്രമുണ്ട്. കൃത്യമായ സ്ഥലപ്പേര് എനിക്ക് മാറിപ്പോയതാണ്, നെന്മാറയിലാണ്. അവിടെ കോഴിവെട്ടിൻ്റെ പേരിൽ മാതൃഭൂമി പത്രം ചാനൽ ഒരു വാർത്ത കൊടുത്ത സമയത്ത് ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യധാരണ നേതാവ് പറഞ്ഞതാണ് ഇതൊക്കെ ഇല്ലാണ്ടായതാണ്, ഇതൊക്കെ നിർത്തലാക്കണം. അതുപോലെ തന്നെ ഭാർഗവരാമ, സത്യാനന്ദ സരസ്വതിയുടെ ഭാർഗവരാമൻ ശിഷ്യൻ പറഞ്ഞതാണ് ഇതൊക്കെ ഇല്ലാണ്ടാണ്, ഇതൊക്കെ പ്രാകൃതമാണെന്ന് പറഞ്ഞതാണ്. ഇന്ന് അവരൊക്കെ അത് കുലാചാരമാണ്, കുലദൈവമാണ്, ഇതൊക്കെ സ്വീകരിക്കപ്പെടണം. അപ്പം അതെന്താണ്? നമ്മൾ നടത്തിക്കൊണ്ട് നമ്മൾ പറഞ്ഞു നിന്ന് കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായിട്ട് ഒരുപാട് ആളുകൾ കുലദൈവം കുലാചാരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താണ്? ഇതിനെ മാറ്റി നിർത്താൻ പറ്റില്ല, അപ്പം ചേർത്ത് നിർത്തണം. അവിടെയാണ് ഞാൻ പറഞ്ഞ മാടമോക്ഷമുള്ള നാടകം പുറത്തേക്ക് വരുന്നതോടുകൂടി ഉണ്ടാവുന്നതാണ്. അത്തരം മാടന്മാർക്കും മറുതകൾക്കൊക്കെ മോക്ഷം. നാരായണ ഗുരുദേവൻ പോലും മാടനും മറുതയും വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ മാടനും മറുതയും അല്ല വേണ്ടാത്തത്.